എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കേവർക്കും അക്വാസെറ്റർ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെക്കന്ദരാബാദ് പരേഡ് ഗ്രൗണ്ടിലാണ്. ഇന്ന് മകരസംക്രാന്തി, അതായത് നമ്മുടെ മകരസംക്രമം പ്രമാണിച്ച് പൊങ്കൽ, അതുപോലെ ഭോഗി, ഇതൊക്കെ പ്രമാണിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഇത് പ്രമാണിച്ച് ഇന്ന് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന അന്താരാഷ്ട്രീയ സ്വീറ്റ് ഫെസ്റ്റിവൽ, കൈറ്റ് ഫെസ്റ്റിവൽ, അതായത് പട്ടം പറത്തലും മധുര പലഹാരങ്ങളുടെ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ട എൻ്റെ പുറകിൽ കാണാവുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്വീറ്റ് ഫെസ്റ്റിവൽ, കൈറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ തണൽ മലയാളി സേവാ സമിതി, അതുപോലെ തന്നെ ആയയുടെ നിറസാന്നിധ്യമായ രാജൻ തളിയമ്പിട, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത്. രാജൻ, എന്താണ് സംഭവം, എന്താണിത് നിങ്ങൾ പറയും? ഇത് നമ്മുടെ സ്വീറ്റ് ഫെസ്റ്റിവലാണ്. ഓക്കെ. ഇത് നമ്മുടെ തണലും സംഗമം എല്ലാ സംഘടനകളും പങ്കെടുക്കുന്നത്, എല്ലാ മലയാളി സംഘടനകളും. ഓക്കെ. പക്ഷേ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് തെലങ്കാന ഗവൺമെന്റ്. ഇവിടെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പോയത്. ശരി. നമ്മുടെ അജിത് PSC ഇങ്ങനെയുള്ള മഹാരഥന്മാർ, നമ്മുടെ മലയാളികളുടെ മഹാരഥന്മാരാണ് എല്ലാവരും ഇതിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പിന്നെ എന്താണ് ഇത് മകരസംക്രാന്തിയുടെ ഒരു അനുബന്ധിച്ച് നടക്കുന്ന ഇവിടുത്തെ സ്റ്റോൾസിൻ്റെ ഒരു നിബിഡമായിട്ടുള്ള സ്റ്റോൾസിൻ്റെ ഒരു രംഗമാണിത്. കണ്ടോ, ജനനിബിഡമാണ്. ഇന്നിപ്പോൾ തുടക്കമാണ്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ശരിക്കും നല്ല രീതിയിൽ ഇല്ലേ മോളെ? എന്തുവാ മോഡൽ സ്റ്റോൾ? എന്തുവാ എൻ്റെ അമ്മ ഒന്നും പറയണ്ട നമ്മളെ. ഇത് എന്താണ് ശരിക്കും? ഇത് ഒന്ന് പറയാം, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം സംഭവം എന്താണ്? ഇത് എല്ലാ വർഷവും ജാനുവരി സമയത്ത്, സംക്രാന്തി സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. ഇന്റർനാഷണൽ കൈറ്റ് ആൻഡ് സ്വീറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയും. അതെ. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാലോ, നാഷണലും ഇന്റർനാഷണലും. അപ്പോൾ ഇന്റർനാഷണൽ എന്ന് പറയാൻ കാര്യമായി വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരും. ഓക്കെ ഓക്കെ ഓക്കെ. അവർക്ക് സെപ്പറേറ്റ് സ്റ്റോൾസ് ഒക്കെ അതെല്ലാം നോക്കാം. എൻ്റെ ഫാമിലിയാണ് ഇതെല്ലാം. ഓക്കെ, താങ്ക് യു മോളെ. ഇവിടുത്തെ മിനിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് കഴിക്കുകയാണ്. ലാംഗ്വേജ് ആൻഡ് കൾച്ചറിൻ്റെ ഡയറക്ടർ ശ്രീ മമ്മടി ഹരീഷ്ണ സാറാണ്. അതുപോലെ തന്നെ മലയാളി അസോസിയേഷൻ്റെ CTRMയുടെ പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ സാറാണ്. ഇവിടെ 13, 14, 15 ജനുവരി 13, 14, 15 3 ദിവസങ്ങൾ നടക്കുന്ന കലാപരിപാടിയാണ് ഈ പട്ടം പറത്തൽ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു ഇഷ്ട വിനോദമാണ് കേട്ടോ. അതാണ്ട ഈ പരേഡ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മുഴുവനും സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലുള്ള സ്ഥലമാണ്. ഇവിടുത്തെ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇവിടെയാണ് ഈ പരിപാടികൾ അരങ്ങേറാനുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ സ്വീറ്റ് ഫെസ്റ്റ് നിങ്ങളെല്ലാവരെയും ഞാൻ കാണിക്കാം. പരമാവധി ഇന്നും നാളെയും ഒക്കെ ആയിട്ട് എല്ലാ പരിപാടികളും നിങ്ങളെ കാണിക്കാവുന്നതാണ്. ഓക്കെ, ഇത് കണ്ടോ, കണ്ടേ, ഇത് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ സ്വന്തം കൈറ്റുകൾ, അതായത് പട്ടം കൊണ്ടുവന്ന് ഇവിടെ പറപ്പിക്കുക. അതാണ് നമുക്ക് ദൂരെ കാണുന്ന ആ ഒരു കാഴ്ച മെട്രോയുടെ ഒരു ചെറിയ
ബലൂണാണ്. ആണ്ട മെട്രോ, ഒരു മെട്രോയുടെ ഒരു ക്യാബിനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ വിശേഷങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാം. മറു തേൻ ആണെന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തേനാണ്, ഹണി. അത് നിത്യ ഹണി ബി ഫാംസിൽ നിന്ന് കൊണ്ടുവന്ന ഡയറക്റ്റ് ഹണിബിയുടെ തേൻ എല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുറത്ത് പട്ടം പറത്തൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുന്ന ഈ ഒരു മഹോ ഉത്സവമാണിത്. ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ് സത്യത്തിൽ. ഹൈദരാബാദിലൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള മകരവിളക്ക്, അതായത് മകരസംക്രാന്തി സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. ഇവിടുത്തെ പിന്നെ പേൾസ്, പവിഴം, മുത്ത് മാലകളാണ് ഇതൊക്കെ കണ്ടോ. ഹൈദരാബാദ് പേൾസാണിത്. ഇതിന് പിന്നെ കൈറ്റ് മേള, സ്വീറ്റ് മേള എന്ന് പറയുമ്പോഴും ഇവിടെ പിന്നെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിന് നടക്കുന്ന കാർണിവൽ പോലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതുണ്ട് മുറുക്കുകൾ, പല വിധത്തിലുള്ള മുറുക്കുകൾ. ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേക ട്രഡീഷണൽ ഐറ്റംസ് ആണ്. ഇതൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പപ്പടം പോലെ പൊരിച്ച് കഴിക്കാം. ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ ഉണ്ടംപൊരി, പിന്നെ പലതരത്തിലുള്ള സാധനങ്ങളാണ്. ഹലുവ, ഇവിടുത്തെ പുല്ലാറട്ടി സ്വീറ്റ്സിൻ്റെ സ്പെഷ്യൽ ഐറ്റംസാണ്. ഡിഫറെൻറ്റ് കളറിലുള്ള ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പിന്നെ മലയാളി സ്റ്റോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വട്ടയപ്പം, കണ്ടോ ചേച്ചി നമ്മുടെ പിന്നെ CTRMA തണലിൻ്റെ മെമ്പറാണ്. ഈ പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയൊക്കെ സ്വീറ്റ്സ് ഇവിടെ കിടക്കുന്നു. പക്ഷെ എന്നാലും നമ്മളെല്ലാം തിരഞ്ഞു പിടിച്ച് വന്നത് നമ്മുടെ മലയാളി സ്റ്റോൾസിൽ തന്നെയാണ്. കണ്ടേ, മലയാളി മങ്കമാർ ഇൻ്റർനാഷണൽ സ്വീറ്റ് ഫെസ്റ്റിൻ്റെ കണ്ടോ എല്ലാവരും. എനിക്ക് വട മതി, പായസം വേണ്ട. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ചില വിഭവങ്ങളിൽ ഒരെണ്ണമാണ് ഈ മോമോ. അപ്പോൾ പാനിപ്പൂരി കഴിഞ്ഞു, അടുത്ത മോമോയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ.